ബുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിയുടെ സംരക്ഷണം ഉണ്ടാവും. ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് വ്യക്തിപരമായും ഇല്ലാതാക്കണം, കുടുംബപരമായും ഇല്ലാതെയാക്കണം, സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കണം. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാവണമെങ്കിൽ മാതാപിതാക്കൾ നല്ലോണം സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കേണ്ടത്? അടയാളങ്ങൾ ഉണ്ടാകും ലഹരിക്ക്. മക്കളിൽ ബന്ധപ്പെട്ടവരിൽ ലഹരിയുടെ അടയാളങ്ങൾ കാണാനുണ്ടോ എന്ന് നോക്കണം. ലഹരി ഉപയോഗിച്ചാൽ അടയാളം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം, നമ്മളെ മക്കള്, അഞ്ചന്മാര്, വേണ്ടപ്പെട്ടവര് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും ഉണ്ടായിരിക്കും എന്നതാണ്. ഇമ്മാനെയും പെങ്ങന്മാരെയും കണ്ണിൻ്റെ നേരെ കണ്ടൂടാ, എന്നാൽ എളാമാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോകും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. എന്നതുപോലെ മറ്റൊരു അടയാളമാണ് ഈ പാൻസ് അല്ലെങ്കിൽ ട്രൗസറൊക്കെ തിരുമ്പാൻ വേണ്ടി കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരി പോലെയുള്ളതിൻ്റെ വാസന വരുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ വരെയെന്ന് ഇടക്കിടക്ക് കാണാതാകുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുന്ന സമയത്ത് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം റൂമിൽ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇനി ഒരുപാട് അടയാളങ്ങൾ ഇങ്ങനെയുണ്ട്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണുക, ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ്. എല്ലാ പഞ്ചായത്തിലും ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് മാറ്റുക എന്നതിനെയാണ് ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസുഖം മടങ്ങി വരുന്ന അസുഖമാണ്. ചില കാര്യങ്ങൾ അങ്ങനെ, ഇത് ശൈത്താനിയാണ്. പരിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ലഹരി ഉപയോഗം എന്നത് ശൈത്താനിയായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇത് മടങ്ങി വരുന്ന അസുഖമാണ്. മാറും, പക്ഷെ മടങ്ങി വരും. മടങ്ങി വരാതിരിക്കണമെങ്കിൽ ഒന്ന്, എവിടുന്നാണോ ഈ അടങ്ങേറ് പിടികൂടിയത് ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാതിരിക്കണം. രണ്ടാമത്തേത്, അമിതമായ പണം കുട്ടികളുടെ കയ്യിൽ വരുന്നതിനെ നിയന്ത്രിക്കണം. മൂന്നാമത്തെ കാര്യം, എൻഗേജ് ആയിരിക്കണം ഫുൾ ടൈം. ഒഴിവ് സമയം ഉണ്ടാവാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ മടങ്ങി വരാതിരിക്കുകയുള്ളൂ. അതും കൂടിയും അതിൻ്റെ കൂടെ ചെയ്തിട്ട് ലഹരിയുടെ ഉപയോഗത്തെ തൊട്ട് നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും വ്യക്തിപരമായും സാമൂഹികമായും സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ബുദ്ധിയുടെ വികാസമുണ്ടാകും. ബുദ്ധിയെ തളർത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രായം കൂടുതലുണ്ടാവുമ്പോൾ ബുദ്ധിശക്തി കുറഞ്ഞു വരും. മറ്റൊന്ന്, ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ്. പ്രായം കൂടുന്നതിന് പിന്നെ വൈദ്യൊന്നുമില്ലല്ലോ. ലഹരിയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ധാരാളം വഴികളുണ്ട്. അതുകൊണ്ട് ആ വഴിയെ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞു പോയ ഒരു കാര്യമാണ് സ്വഭാവത്തെക്കുറിച്ച്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഒരു മഹലിൻ്റെ ഏറ്റവും വലിയ പുരോഗതിയാവും. ഒരു മഹലിൻ്റെ ആൾക്കാർ പുരോഗതി ഉള്ളവരാണ് എന്ന് പറയുക അവരുടെ സ്വഭാവത്തിന് പുരോഗതി ഉണ്ടാവുമ്പോഴാണ്. സ്വഭാവത്തെ എങ്ങനെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തരം, ദേഷ്യം വരാത്ത സ്വഭാവം ഒരാൾക്കുണ്ടായാൽ അതിനെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരിക്കൽ മലമ്പ്രദേശത്ത് ആടുകളെ മേച്ചുകൊണ്ട് താമസിക്കുന്ന ഒരു സഹാബി വന്നു.
കുറെ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അദ്ദേഹം നബിയോട് ഇസ്ലാം ദീൻ എന്താണെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം ദീൻ എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സൽസ്വഭാവമാണെന്ന് പറഞ്ഞു. അയാൾ പോകുമ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഗ്ളബ് അഹദ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ആൾക്കാരുണ്ടാവലാണ്, ദേഷ്യപ്പെടാത്ത ആളുകൾ ഉണ്ടാവലാണ്. നമ്മളന്ന് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പരിശോധിച്ചാൽ മൂക്കത്ത് ഈച്ച എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പരിപാടി. പാരമ്പര്യത്തിന്റെ പേരിൽ ദേഷ്യം പഠിപ്പിക്കുന്നവർ വരെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങാടിന്ന് വർത്താനം ഉണ്ടായി, അങ്ങാടിന്ന് രാഷ്ട്രീയം പറഞ്ഞുങ്ങാണ്ട് വർത്താനം ഉണ്ടായി. മകൻ പെരേക്ക് വന്നപ്പോൾ വാപ്പ ചോദിച്ചു, എന്താ ചെറുക്ക അങ്ങാടിന്നൊരു വർത്താനം? അത് ആൾക്കാർ തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ട് ഇജ്ജെന്തേ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, ഞാൻ ഒന്നും പറയാതാണ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറയാണ്, പോയിട്ട് രണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് വാടാ, നമ്മൾ പാരമ്പര്യമായിട്ട് വർത്താനം പറയാതെ എവിടെയെങ്കിലും പോന്നിട്ടുണ്ടോ എന്ന്. പാരമ്പര്യത്തിന്റെ പേരിൽ ദേഷ്യം പഠിപ്പിക്കുന്നവർ വരെയുള്ള കാലത്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈറ പിടിച്ചാതിരിക്കലാണെന്നുള്ള വയത് സാലിം ബൈസിക്ക് പറയാൻ അവസരം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു സംഗതി. അതുകൊണ്ട് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈറ പിടിച്ചാതിരിക്കലാണ്. സാധാരണ നമ്മൾ പറയലുണ്ട്, അയൽപക്കത്തെ കുട്ടിയോടുള്ള സ്വഭാവം അവനാന്റെ കുട്ടിയോട് കാണിക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ സൽസ്വഭാവിയാണ്. അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ഭാര്യയോട് കാണിക്കാൻ കഴിയുന്നുവെങ്കിൽ സൽസ്വഭാവിയാണ്. തെങ്ങമ്മ കയറാൻ വേണ്ടി വരുന്ന ആളോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ പുതിയാപ്പണ്ണോട് കാണിക്കാൻ കഴിയുന്നുവെങ്കിൽ സൽസ്വഭാവിയാണ്. മറ്റുള്ളവരോട് കോഴിക്കോട് പോയാൽ കാണിക്കുന്ന സ്വഭാവത്തെ അച്ചിപ്പുറയിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ സൽസ്വഭാവിയാണ്. കോഴിക്കോട്ട് അങ്ങാടി ചെന്നാൽ നമ്മളൊക്കെ സൽസ്വഭാവം തന്നെയാണ്, നമുക്ക് ആർക്ക് ഈറൊടിച്ചൊന്നുമില്ല. അച്ചിപ്പുറ എന്നിട്ടാണ് ഈറൊടിച്ചത്, പെരേക്ക് വന്നാലാണ് ഈറൊടിച്ചത്. ദൂരെ നമ്മൾ കാണിക്കുന്ന സ്വഭാവം അടുത്ത് കാണിക്കാൻ കഴിയണം, അപ്പോഴാണ് സൽസ്വഭാവിയാകാം. അതായത് ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ പെരയിൽ പായസം ഉണ്ടാക്കിയപ്പോൾ അടുത്ത പെരയിൽ ഇളയമാൻ്റെ കുട്ടി വന്നു. പൊട്ടണ ഗ്ലാസ്സിൽ ഒരു കുപ്പി പായസം കൊടുത്തു, ഒരു ഗ്ലാസ് പായസം കൊടുത്തു. പായസം കുടിക്കണതിൻ്റെ ഇടയിൽ ഗ്ലാസ് വീണ് പൊട്ടി. നമ്മൾ പറയും സാരമില്ല അറിയും, കാരണം ഇളയമാൻ്റെ കുട്ടിയാണ്, അയൽവക്കത്തുള്ള കുട്ടിയാണ്. പിറ്റേന്ന് നമ്മൾ പായസം ഉണ്ടാക്കി, ആ പായസം കുടിച്ചപ്പോൾ ഗ്ലാസ് പൊട്ടി. നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ സ്വഭാവം മാറും. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കുട്ടിനോട് കാണിക്കാൻ കഴിയുന്നില്ല. അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം, തമാശ പറയലുണ്ട്, അവനാന്റെ പെണ്ണുങ്ങളെ ചൊറുക്കറിയണമെങ്കിൽ അടുത്ത പെരന്റെ ടെറസിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കണം എന്ന് പറയലുണ്ട്. അയൽപക്കത്ത് കാണിക്കുന്ന സ്വഭാവം അവനാന്റെനോട് കാണിക്കാൻ കഴിയുക. മീൻ കച്ചവടക്കാരനോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ പുതിയാപ്പളിനോട് കാണിക്കാൻ കഴിയുക. തെങ്ങമ്മ കയറാൻ വരുന്ന ആളോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ഭാര്യയോട്, അവനാന്റെ ഭർത്താവിനോട് കാണിക്കാൻ കഴിയുക. ദൂരെ നമ്മൾ കാണിക്കുന്ന സ്വഭാവം അടുത്തേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സൽസ്വഭാവം. ഇതിനാണ് ഈറ പിടിച്ചായിരിക്കാരാണ്, ഇതിനാണ് ദേഷ്യം വരാതിരിക്കുക എന്ന് പറഞ്ഞത്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ 20 സ്വഭാവങ്ങളുണ്ട്. ഒരു മനുഷ്യന് 20 സ്വഭാവങ്ങളുണ്ട്. ഈ 20 സ്വഭാവത്തെയും ഒതുക്കാവുന്ന ഒറ്റ വാക്കാണ് ലാ തഗ്ളബ് അഹദ. സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. ആ ഉത്തരം സഹാബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സഹാബത്ത് മറുപടി അറിയെങ്കിലും അങ്ങനെയാണ് പറയാ, അറിയില്ലെങ്കിലും അങ്ങനെയാണ് പറയാ. ഒരു ഉത്തരം അറിയെങ്കിലും അള്ളാഹു റസൂലും, നമ്മള് അറിയില്ലെങ്കിലും അറിയുന്ന പറയാ. ഇന്നത്തെ നമ്മളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം വിവരമില്ലാത്തവന്റെ വിവരാണ് എന്നാണ്. വിവരമില്ലാത്തവന്റെ വിവരം എന്ന് പറഞ്ഞാൽ, ഒരാൾ ചെങ്ങായി ഓന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, അന്നെ ഞാൻ 3 പിരിച്ചു എന്ന്. പള്ളിക്കത്തെ ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് പറഞ്ഞ ഉസ്താദ് പറയും, ജയ് പ്രശ്നമാക്കല്ലേ, നമുക്ക് കാതേരെടുത്തൊന്ന് പോകാം, അല്ലെ ഈ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ദാറുൽ ഹുദയിൽ ഒന്ന് പോയിട്ട് ഉസ്താദ്മാരൊന്ന് കണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ട് ഓലൊരു തീരുമാനം പറയും. ഓലെ തീരുമാനം കിട്ടിയതിൻ്റെ ശേഷം തീരുമാനമാക്കാന്ന് പറയും പള്ളിക്കത്തെ ഉസ്താദ്. അതേ സമയത്ത് അങ്ങാടിയിൽ ചായ പാരനെ, മീൻ കച്ചവടം ചെയ്യണേ, വല നന്നാക്കണേ, മീൻ പിടിച്ചാൻ പോണേ, തെങ്ങ് തിറക്കാൻ പോണ ആളോട് ചോദിച്ചാൽ അപ്പം പറയും മസാല അത് 3 തലാക്കും പോയിട്ടുണ്ട്, ഇനി മൂല്യന്മാരറ്റ മാറ്റി പറയുമെന്നാവോന്ന് പറയും. ഇതിനാണ് വിവരമില്ലാത്തവന്റെ വിവരം എന്ന് പറഞ്ഞത്. ഇന്ന് ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു ശാപമായി വിവരമില്ലാത്തവന്റെ വിവരം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം വേണ്ട എന്താ വെച്ചാൽ, അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള അറിവുണ്ടാവണം എന്നാണ്. അന്തമില്ലാത്തൊരനന്ത കൊടിയാണി
അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം എന്നാണ്. നേരെ മറിച്ച് പഴയ തലമുറക്ക് അതുണ്ടായിരുന്നു, പുതിയ തലമുറക്ക് അതില്ല. മസ്അലൊന്നും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. മസ്അല പറയണമെങ്കിൽ ഒരുപാട് കാര്യം സൂക്ഷിക്കണം. ആയത്തും ഹദീസും പറയും പോലെയല്ല മസ്അല. ആര് പറഞ്ഞതാണ്, എപ്പ പറഞ്ഞതാണ്, എങ്ങനെ പറഞ്ഞതാണ്, പറഞ്ഞവന്റെ അവസ്ഥ, കേട്ടവന്റെ അവസ്ഥ, അതൊക്കെ പരിഗണിച്ചിട്ട് വേണം തീരുമാനം പറയാൻ. അല്ലാതെ ഒറ്റ തീരുമാനം അതിന് ഒറ്റ മറുപടി എന്ന് പറഞ്ഞ സംഭവം ഫിഖ്ഹിലില്ല. അത് ഫിഖ്ഹിലില്ലാത്ത സംഗതിയാണ്. അത് വിശദമായി പഠിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിവരമില്ലാത്തവന്റെ വിവരം എന്തിലുണ്ടായാലും ഫിഖ്ഹിലുണ്ടാകരുത്. നമ്മുടെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു ശാപായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട് എന്നതാണ്. മനുഷ്യന് പ്രധാനമായും മാറ്റം വരുന്നത് 3 സമയങ്ങളിലാണ് എന്നുണ്ട്. അതിപ്പോ എന്തായാലും ഈ സാഹസിൽ പറയാൻ പറ്റും. വയസ്സന്മാരെ ആദരിക്കുന്ന സാഹസാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം 3 സമയത്താണ്. 1 പ്രായപൂർത്തിയാവുമ്പോ, 2 ജോലി കിട്ടുമ്പോ, 3 റിട്ടയർഡ് ആവുമ്പോ. മനുഷ്യന്റെ ജീവിതത്തിൽ 3 മാറ്റാണ്. 1 പ്രായപൂർത്തിയാവുമ്പോ വലിയ കുട്ടിയാവും. അവന്റെ വാപ്പ പറയും അവനോട്, ഇജിപ്പോ വലിയ കുട്ടിയേക്കണു, പയമായിരം അല്ലട്ടോന്ന്. ഓനും തോന്നും ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായല്ലോ എന്ന്. വലിയ കുട്ടി ആയാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയുള്ളത്, പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, ഓ അങ്ങോട്ട് പറയണേ കേൾക്കുക. ഏത് മനുഷ്യനും പരാജയപ്പെടും വലിയ കുട്ടിയായാലേ. എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കണം, എന്നാൽ നമ്മളെല്ലാവരും വിജയിക്കും. വലിയ കുട്ടിയാകരുത്. വലിയ കുട്ടിയായാൽ പിന്നെ ഇങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, ഓൻ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാനേ പാടുള്ളൂ എന്ന മനസ്സുണ്ടാവും. രണ്ടാമത് ജോലി കിട്ടിയാൽ മാറും എന്നുള്ളതാണ്. ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കഴുതക്കാല് വരെ പിടിക്കാൻ റെഡിയാണ്. അതേ സമയത്ത് ജോലി കിട്ടിയാൽ സ്വഭാവം മാറും. നമ്മൾ പല പഞ്ചായത്ത് ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാവും മുഖത്തേക്ക് നോക്കാത്ത കുറെ ആൾക്കാർ. ഓല് ജോലി കിട്ടുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല മനുഷ്യന്മാരായിരുന്നു. ദേശണ്ടായിട്ട് പറയുന്നതല്ല. നമ്മൾ ചില ഓഫീസുകളിലൊക്കെ ചെന്നാലേ, ചില ഓഫീസുകളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഓഫീസുകളിലൊക്കെ ചെന്നാലുണ്ടാവും മനുഷ്യന്റെ മുഖത്ത് നോക്കാത്ത കുറെ സൈസ്. ഓല് ജോലി കിട്ടുന്നതിന്റെ മുമ്പ് അങ്ങനെയല്ലാന്ന് എല്ലാവരോടും ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരായിരുന്നു. ജോലി കിട്ടിയപ്പോൾ അങ്ങനെ ഉണ്ടായി മാറിയതാണ്. ജോലിയുള്ളവർക്ക് ജോലി ഇല്ലാത്തവരെ കണ്ണിന്റെ നേരെ കാണാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് മാറ്റം. 3ാമത്തെ അവസ്ഥ, അത് പറയാനാണ് ഞാൻ അത് പറയണേ കേട്ടോ. 1, 2 പറയാനല്ല. 3ാമത്തേത് റിട്ടയർഡ് ആകുമ്പോൾ മനുഷ്യനൊരു മാറ്റം ഉണ്ടാവും. റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുക എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുമാണ്. കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, എവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഒക്കെ മാറ്റം ഉണ്ടാവും. എന്താ മാറ്റം? കുട്ടികളെ കണ്ണിന്റെ ഏറെ കണ്ടുവിടാന്നുള്ളത് ഈ കാര്യം മാറ്റം. പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ വലിയ സന്തോഷത്തിലാണ് വരിക. വല്യാപ്പാന്റെ അടുത്തേക്ക്, ഉപ്പാപ്പാന്റെ അടുത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാണ്ട് റാഹത്തിൽ വരും. വന്നേക്കിനും തിരക്കുണ്ടാവില്ല. കടലമുട്ടായി കൊടുന്നച്ചൊക്കെ എടുത്തു കൊടുക്കും. ഒറ്റ ദിവസം മുഴുവനാവില്ല. അതിന്റെ മുമ്പ് വല്യാപ്പാക്ക് ചൊറിച്ചിൽ തുടങ്ങും. സൈക്കിൾമ കയറിയാല് കണ്ടിലെ ചെറുക്കം ഊര മുറിച്ചാൻ കയറിയിരിക്കണത്. കയറിയില്ലെങ്കിൽ 4000 റുപ്യ ചെലവാക്കി ആ സൈക്കിള് കൊടുന്നിച്ചിട്ട് ഓനൊന്ന് കയറി നോക്കിക്കൂടായ്മേ എന്നായി. ഇതേ സംഗതി പള്ളിക്ക് ഉണ്ടാവും ചിലപ്പം, പ്രത്യേകിച്ച് ദർസുള്ള പള്ളിക്ക് ഉണ്ടാവും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പൊതുവെ ഉണ്ടാവും. അതെന്താ വെച്ചാല് ഹൗദിന്ന് വെള്ളം മുക്കിയാലും കേസാണ്, മുക്കിയില്ലെങ്കിലും കേസാണ്. ഹൗദിന്ന് വെള്ളം മുക്കിയാൽ പടച്ചോന്റെ പള്ളിക്കത്തെ വെള്ളം മുഴുവൻ മുക്കി ഒഴിച്ചെന്നായി. ഹൗദിന്ന് വെള്ളം മുക്കി കാൽമുക്കോടെ ഒഴിച്ചില്ലെങ്കിൽ അള്ളാന്റെ പള്ളിക്കൊക്കെ കാലഗാഥ കയറുകയെന്നായി. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ്. സ്വാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ പാറന്റെ ഉള്ളിൽ നിന്ന് വലുപ്പത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വലുതായി 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 വന്നിട്ടുള്ളതാണ്. ഇത് വലിയൊരു മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് പെരയിലും അങ്ങനെ തന്നെ, പള്ളിക്ക് മാത്രമല്ല, പെരയിലും അങ്ങനെ തന്നെ കാര്യം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ മാറ്റങ്ങളെ എല്ലാവരും തിരിച്ചറിയണം. 3 സമയത്ത് മനുഷ്യന് മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഉൾക്കൊള്ളണം. ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 കൊല്ലം വർത്താനം പറഞ്ഞിട്ട് തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. 40ാമത്തെ വയസ്സിൽ നബിയാണെന്ന് വാദിക്കാൻ വേണ്ടി 35-ാം വയസ്സ് മുതൽ 5 കൊല്ലം നുണറിയാതിരുന്നതല്ല. 3ാമത്തെ വയസ്സിൽ സംസാരം തുടങ്ങിയിട്ട് 63 വയസ്സിനിടയിൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് നമ്മളെ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി അറിഞ്ഞത്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി മനുഷ്യന് സാധ്യമാവണം. പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ പിടിമുറുക്കുമ്പോൾ ആദ്യമായി പിടിമുറുക്കുന്നത് നാവിലായിരിക്കുമെന്നാണ്. ശൈത്താൻ മനുഷ്യ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ ആദ്യമായി സ്വാധീനം ചെലുത്തുന്നത് അവന്റെ നാവിലായിരിക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
മൻ യളമനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അളമനു ലഹുൽ ജന്ന. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിന്റെ കാര്യത്തിലും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനത്തിന്റെ കാര്യത്തിലും വേണ്ടാത്തതൊന്നും ചെയ്യുകയില്ലെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അളമനു ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ആ സ്വഭാവം അതേമാതിരി ജീവിതത്തിലും കൊണ്ടുവരണം തന്നെ. നബി തങ്ങളുടെ സ്വഭാവം പഠിക്കാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് സയ്യിദന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബിയോട് സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ചുണ്ടായ ഏറ്റവും വലിയ പ്രയാസം ഖദീജ ബി വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾക്ക് എല്ലാ നിലയിലും താങ്ങും തണലുമായി ഉണ്ടായിരുന്നതാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു. പിന്നെന്താന്ന് ചോദിച്ചു. അബൂ ത്വാലിബ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. അതും അല്ല പറഞ്ഞു. പിന്നെന്താന്ന് ചോദിച്ചു. ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് എന്ന് പറഞ്ഞു. മക്കയിൽ നിന്നും 100 കിലോമീറ്റർ ആണ് ഏകദേശം ത്വായിഫിലേക്ക്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ് ത്വായിഫിലുള്ളത്. എല്ലാ നിലയിലും പൊടുത്തം വിട്ടപ്പോ അവസാനം ഉമ്മാന്റെ കുടുംബത്തേക്കൊന്ന് പോയോക്കട്ടെ എന്ന് എഴുതിങ്ങാണ്ട് പോയതാണ് ത്വായിഫിലേക്ക്. അന്നവും വെള്ളവും ഇല്ലാതെ 10 ദിവസം ത്വായിഫിലൂടെ നടന്നു. ത്വായിഫുകാർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല, ത്വായിഫുകാർ വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിന്റെ നെരിയാണിക്ക് ഏറ് കിട്ടിയിട്ട് രക്തം ഒലിച്ചിട്ട് ത്വായിഫിലെ തെമ്മാടി പിള്ളേരുടെ കൂക്കിവിളി കേട്ടിട്ട് ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രിയുള്ള നാടാണ് ത്വായിഫ്. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രിയുള്ള നാടാണ് ത്വായിഫ് പറഞ്ഞ നാട്. ത്വായിഫേർക്കും അറിയാത് അത് ഇവിടെയാണെന്നുള്ളത്. ഞമ്മക്ക് മാത്രം അറിയാന്നല്ല, ത്വായിഫേർക്കും അറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രി നമ്മളെ നാട്ടിലാണ്. എന്തുണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കിയതാണ് കാരണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. അങ്ങനെ നബിതങ്ങൾ ത്വായിഫിൽ നിന്ന് ഓടിയിട്ട് ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരണ്ട്. ആ നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നാളെ പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹു ഷഫാഅത്ത് എന്ന ശുപാർശക്ക് അനുമതി നൽകിയാൽ ത്വായിഫുകാർക്ക് വേണ്ടി ആദ്യമായി ഞാൻ ഷഫാഅത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ. സ്വഭാവത്തെ പഠിക്കാൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചാൽ മതി എന്നാണ്. 10 കൊല്ലം നബി തങ്ങളുടെ കൂടെ അനസ് റളിയല്ലാഹു അൻഹു താമസിച്ചിട്ട് ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ, ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി തങ്ങളെ മൊത്തത്തിൽ പഠിക്കാൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളത്ത് ഇങ്ങനെ തൊട്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇനിയിപ്പോൾ എല്ലാവരും അത് നോക്കുകയാണ്, ഭക്ഷണം ഇതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തോട്ടെ എന്നാണ് അവർ ചോദിച്ചത്. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അയിമണ്ട് പോയി എന്നുള്ളതാണ് നമ്മളൊരു പ്രശ്നം. കൊടുത്തോളി എന്ന് ഞാൻ പറയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട, അവർ കൊടുത്തോളും. അതിവിടെ പിരിണേൻ്റെ മുമ്പ് അതാണ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിരിക്കും അവർ. ആയിക്കോട്ടെ, അപ്പം അതാണ് സംഗതി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ്ട് നിൽക്കണ്ട, അങ്ങോട്ട് നോക്കി എല്ലാവരും. അത് ഞാൻ അധികം സമയം ഉണ്ടാവില്ല. എൻ്റെ 10 കഴിഞ്ഞിട്ട് തങ്ങൾ വന്ന ആ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ദേശം നീട്ടി പിടിക്കുകയാണ്, അല്ലാതൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു മഹലിന് 4 കാര്യങ്ങൾ ഏത് മഹലിൻ്റെയും പുരോഗതിക്ക് നിർബന്ധമായും ചെയ്യണം. ഒന്ന്, മഹല്ലത്തിൽ ജീവുള്ള ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാകണം. പേരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അങ്ങനെ ഓതി അർത്ഥം വെക്കുക എന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. ഹദീസ് പറയാം, ഫിഖ് പറയാം, പേര് ഖുർആനാണ്. ജീവുള്ള ഖുർആൻ ക്ലാസ് എന്ന് പറയാൻ എന്താ കാരണം എന്ന് നിങ്ങൾ, ഖുർആൻ ക്ലാസ് ജീവുള്ളതും ജീവല്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമ്മളെ ഈ ക്ലാസിന്റെ ജീവൻ പോകാത്തതിന്റെ കാരണം എന്താ അറിയോ? ഈ കൊടുക്കുന്ന പൊതിയാണ് അതിന്റെ കാരണം. അല്ലെങ്കിൽ ഇത് മൊത്തം നീച്ചു പോയിട്ടുണ്ടാവും, എനിക്കറിയാലോ. അതാണ് ജീവുള്ള ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആവി പോകണത്. അതാണ് ഈ ജീവുള്ള ഖുർആൻ ക്ലാസ്. ജീവണ്ടാണെങ്കിൽ 2 കാര്യം വേണം. 2 കാര്യമാണ്. ഒന്ന്, എന്തേലും ഒന്ന് ചെല്ലിയിട്ട് ദ്വാരക്കണം. മജ്ലിസിനോട് പറ്റും, അല്ലെങ്കിൽ സ്വലാത്തോ ദിക്റോ ഇസ്തിഗ്ഫാറോ എന്തെങ്കിലും ഒന്ന് ചെല്ലിയിട്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു അശ്റക്കെങ്കിലും ചെല്ലിയിട്ട് ദ്വാരക്കണം. അത് 2 വാക്ക് മലയാളത്തിലും കുറച്ച് അറബിയിലും ദ്വാരന്നാലും ജീവൻ ഉണ്ടാവും. രണ്ടാമത്, ഒരു ചെറിയ ആവി പോണം. അതിനൊരു ഗ്ലാസ് പായസമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജീവൻ പോകും. അപ്പൊ അതാണ് ജീവുള്ള ഖുർആൻ ക്ലാസ്. ഇനി മനസ്സിലാകാതിരിക്കണ്ട വെച്ചിട്ട് പറഞ്ഞതാണ്.
അപ്പൊ മഹല്ലിൽ ഒരു ഖുർആൻ ക്ലാസ് വേണം ജീവുള്ളത്. അപ്പൊ അതിനൊരു സമിതി ഉണ്ടായാൽ നന്നായി. ഒരു സാംസ്കാരിക സമിതി എന്നോ മറ്റോ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ SYS-നോ SKSF-നോ ആ ഡ്യൂട്ടി കൊടുത്താലും മതി. അങ്ങനെയുള്ള ഒരു ഖുർആൻ ക്ലാസ് മഹല്ലത്തിൽ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിലനിൽക്കണം. മാസത്തിലൊരിക്കൽ മതി, അല്ലെങ്കിൽ സീസണബിൾ ആയിട്ടാലും മതി. പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോൾ നടത്തുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നടക്കുക. പെരുന്നാൾ വരുമ്പോൾ ഒന്ന് ഉഷാറായിട്ട് നടത്തുക, റബീഉൽ അവ്വൽ വരുമ്പോൾ ഒന്ന് ഗംഭീരമാക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഖുർആൻ ക്ലാസ് സ്ഥിരമായിട്ട് നടക്കുക. രണ്ടാമത്തത് മഹല്ലത്തിൽ വേണ്ടത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഏകോപനമാണ്. ഈ മഹല്ലിൽ വിദ്യാഭ്യാസ സമിതി ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങൾ രണ്ടെണ്ണമായിരിക്കണം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വീട്ടിൽ ഒരാൾക്ക് ഗവൺമെന്റ് ജോലി എന്നത് ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായിരിക്കണം. ദർസില്ലാത്ത പള്ളിക്ക് ദുആക്ക് ഇജാബത്ത് നഷ്ടപ്പെടുന്നതാണ്. ചോറച്ചല്ലാതെ കൊടുക്കുക. ദർസില്ലാത്ത പള്ളിയിൽ ദുആന്റെ ഇജാബത്ത് നഷ്ടപ്പെടാൻ രണ്ട് കാരണങ്ങളാണുള്ളത് എന്നാണ്. പള്ളിക്ക് പണ്ടൊക്കെ പള്ളിയിൽ പോയി തോരുന്ന ഇജാബത്ത് കിട്ടിയിരുന്നു. ഇപ്പൊ പള്ളിയിൽ പോയി തോരുന്ന കിട്ടൂല. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള അസൗകര്യങ്ങൾ. ഉണ്ടാക്കിയത് സൗകര്യമാണ്, ആയത് അസൗകര്യമാണ്. അങ്ങനെ കുറേ സാധനം നമ്മൾ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ല, കിടക്കാൻ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ല, തുപ്പാൻ സ്ഥലമില്ല, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ഉണ്ടാക്കിയത് സൗകര്യമാണ്, ഉണ്ടായത് അസൗകര്യമാണ്. പണ്ടൊക്കെ പുറത്തേക്കാണ് തുപ്പിയാൽ മതിയായിരുന്നു. ഇപ്പൊ തുപ്പാൻ പാടില്ല, അവിടെ കട്ട വിരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, തുപ്പാനുള്ള ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാവില്ല. ഇതന്നെ സംഗതി. അപ്പൊ എന്താ വെച്ചാല്, പിന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, സൗകര്യങ്ങൾ എന്ന പേരിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം അസൗകര്യങ്ങൾ എന്ന് പറയുന്നത് ദിവാന്റെ ഇജാബത്തിനെ തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പള്ളിയിൽ ദർസില്ലാതെ ആയത് ഇജാബത്തിനെ തടഞ്ഞിട്ടുള്ള കാരണമെന്നാണ്. ലോകത്തെ ഏറ്റവും ഇജാബത്തുള്ള പള്ളി മദീനത്തെ പള്ളിയാണ്. എന്താ കാരണം? മദീനത്തെ പള്ളിയിൽ ഏറ്റവും ഇജാബത്തുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ റൗലയാണ്. റൗല, വെളുത്ത കാർപ്പറ്റ് ഇട്ട റൗല ഷെരീഫാണ്. റൗല എന്ന് പറഞ്ഞ സ്ഥലം മാബൈന ഖബരി വ മിമ്പരിയാണ്. എൻ്റെ ഖബറിന്റെയും എൻ്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് പറഞ്ഞത് ആയിഷ ബീവിന്റെ റൂമിലാണ്. ആയിഷ ബീവിന്റെ റൂം എന്ന് പറഞ്ഞത് നബി തങ്ങളുടെ വീടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പറിന്റെയും എൻ്റെ മിമ്പറിന്റെയും എൻ്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ സുഫത്തിന്റെ അഹ്ലുകാർ എന്ന് പറയുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് നടത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന സ്ഥലമാണ്. അതായത് ഒരു മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് റൗല ഷരീഫ് എന്ന് പറയുന്നത്. പള്ളിയിലെ ഇജാബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദർസ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ ബസ്സിൽ ഇങ്ങനെ കോഴിക്കോട് എന്തോ ഒരു പരിപാടിക്ക് പോയിട്ട് നാട്ടിക്ക് മടങ്ങുകയാണ്. അപ്പൊ അങ്ങാടിപ്പുറത്തേക്ക് ബസ് കയറിയിട്ട് ബസ്സിലിങ്ങനെ ഇരുന്നപ്പോ ഇതിന്റെ തൊട്ടടുത്ത് ഒരാൾ വന്നിരുന്നു. അത്യാവശ്യം തടിമണ്ണൊക്കെ ഉണ്ടായിട്ട് നല്ല വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു മനുഷ്യൻ, കണ്ടാൽ നല്ലൊരു തഖ്വി ഈമാനൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യൻ വന്നിരുന്നു. എന്നിട്ട് അയാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊളത്തൂരാണ് പറഞ്ഞു. അപ്പൊ എന്നോട് മുമ്പ് ചോദിച്ചു, കൊളത്തൂർ ഇപ്പൊ ദർസുണ്ടോ ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു. അന്ന് ദർസില്ല, എപ്പോൾ ദർസുണ്ട് കേട്ടോ, ഈ പറയണ സമയത്ത് ദർസില്ല. ദർസുണ്ടോ ചോദിച്ചു, ഇല്ല പറഞ്ഞു. അതിൽ മുമ്പ് പറഞ്ഞു ഇപ്പൊ ഇതിന് എവിടെയും ദർസില്ല. ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിക്കത്തെ പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും പള്ളിന്റെ ആളാണ്. പിന്നെ ഇപ്പൊ എവിടെയും ദർസില്ല, കുറേ ദർസിന് വേണ്ടിയുള്ള വഖഫുകളൊക്കെ വെറുതെ കിടക്കുകയാണ്. ഇങ്ങനെ പോയാൽ ദീനുൽ ഇസ്ലാമിന്റെ കാര്യം എന്തായി പോകുന്നുള്ളത് വലിയ കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം സംസാരിച്ച് എല്ലാം കേട്ടുന്നതിന് ശേഷം എനിക്ക് കേൾക്കൽ വലിയ രസമാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഭക്ഷണം കൊടുന്നു വെച്ചാൽ പിന്നെ 4 അഭിപ്രായമാണ് ഭക്ഷണത്തെ കുറിച്ച്. ഇറച്ചി മീനും കൂടി ഒന്നിച്ച് കൊടുന്നു വെച്ചിട്ട്, അല്ല ഉസ്താദെ ഇറച്ചി മീനും ഒന്നിച്ച് തിന്നാൻ പറ്റുമോ? അത് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ചോദിക്കണ്ടല്ലേ. അതാ സാധനം കൊടുന്നു വെച്ചിട്ട് പിന്നെ അതിനെ അയബാക്കാൻ പറ്റുമോ? കൊടുന്നു വെച്ചാൽ പിന്നെ വേണ്ടോര് തിന്ന, വേണ്ടാത്തവര് തിന്നാതിരിക്കാൻ, മുണ്ടാൻ പാടില്ല. ഇഷ്ടണ്ട ഈസ്തഹാഹു അക്കലഹു വഇല്ലം തസ്തഹി തറക്കഹു. അതാണ് നബി തങ്ങളുടെ രീതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കാതിരിക്കും. നോ കമാൻഡ്, വർത്തമാനമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 കാര്യമേ പറയാൻ പാടുള്ളൂ. ഒന്ന്, ഭക്ഷണദാതാവായ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാം. 2, ഭക്ഷണത്തിന്റെ മദ്ഹുകൾ മാത്രം പറയാം. ദമ്മ് പറയാൻ പാടില്ല. മധുരം തിന്നാലേ ബുദ്ധിമുട്ടാണ്. അത് കൊടുന്നതിന് ശേഷം പായസം കൊടുന്നിട്ട് പിന്നെ പറയാൻ പാടില്ല. വേണ്ടവര് കുടിക്കുക, വേണ്ടാത്തവര് കുടിക്കാതിരിക്കുക. ഭക്ഷണത്തെ ആക്ഷേപിച്ചാൽ ആ ഭക്ഷണം ഉപദ്രവം ചെയ്യും. അപ്പൊ അതുകൊണ്ട് മദ്ഹുകൾ മാത്രമേ ഭക്ഷണം കൊണ്ടെന്ന് വെച്ചാൽ പറയാൻ പാടുള്ളൂ. ദമ്മൊരിക്കലും പറയാൻ പാടില്ല. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല്, ഇദ്ദേഹം ഇങ്ങനെ കുറേ വാചാലമായി സംസാരിച്ചു. അപ്പൊ കേക്കല് നല്ല രസമാണ്.
ഞാൻ മൊത്തം കേട്ടതിൻ്റെ ശേഷം അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങക്ക് എത്ര ആൺകുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. ആകെ അതന്നെ ചോദിച്ചിട്ടുള്ളൂ. അതോടുകൂടെ മൂപ്പരെല്ലാ വർത്താനും കഴിഞ്ഞു. എന്താ വെച്ചാലേ ആരാൻ്റെ കുട്ടികൾ ദർസിലൊക്കെ ഇങ്ങനെ വന്ന് പഠിച്ചിട്ട് ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകാൻ നാട്ടിൽ നിറയെ ആൾക്കാർ വേണം. അവനാൻ അതൊന്നും പറ്റൂല. നിങ്ങളെ കുട്ടികൾ, എനിക്ക് 3 ആൺകുട്ടികളുണ്ട് പറഞ്ഞു. ഓലെന്താ കാട്ടണമെന്ന് ചോദിച്ചു. ഒരാൾ അക്കരമയാണ്, ഒരാൾ ഇക്കരമയാണ്, ഒരാൾ നടുവിലുമാണ്. നാട്ടുകാർ കുട്ടികൾ ഇങ്ങനെ ഓതാൻ പോകണം, ദീനുൽ ഇസ്ലാമിന് നേതൃത്വം കൊടുക്കാൻ ആൾക്കാർ ഇങ്ങനെ വേണം. സമ്പന്നനായ വാപ്പാന്റെ കുട്ടി മോലേരായാൽ ദീനുൽ ഇസ്ലാമിന് വലിയ ഇസ്സത്ത് തന്നെയാണ്. എന്താ കുഴപ്പമുള്ളത്? നട്ടല് നിർത്തി പിടിച്ചിട്ട് വർത്താനം പറയാൻ പറ്റും. 5 സൂപ്പർ മാർക്കറ്റുള്ള വാപ്പാന്റെ കുട്ടി മോലേരായിട്ട് വരട്ടെ, ദീനുൽ ഇസ്ലാം ഇസ്സത്തോടെ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയല്ലേ വരേണ്ടത്. ഭാഗ്യം കൊണ്ട് ഫുഖറാക്കന്മാരെ ഏതായാലും ഈ രംഗത്തുണ്ട്, അതുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനെ ആക്ഷേപിക്കല്ല, അതിനതിൻ്റെതായ നേട്ടമൊക്കെ ഉണ്ട്. അതേ സമയത്ത് നല്ല നീർന്ന് നിൽക്കാൻ പറ്റിയ മനുഷ്യന്മാർ ദീനുൽ ഇസ്ലാമിന് നേതൃത്വം കൊടുക്കുന്ന നിലയിൽ വന്നാൽ ഒരു സംഗതിയുടെ അന്തസ്സ് തന്നെയല്ലേ. അങ്ങനെ വരണ്ടേ. നമ്മളെ എല്ലാ കാര്യവും അവസാനം തീരുമാനാക്കും. എന്താ അവസാനം തീരുമാനാക്കുക പറഞ്ഞാല്, ചെറുക്കൻ 10ാം ക്ലാസ് പഠിച്ച് 9 A+ ഉണ്ട്, അല്ലെങ്കിൽ 10 A+ ഉണ്ട് എന്ന് കൂട്ടിക്കോളി. ഓനെ +1 പറഞ്ഞേക്കണം. സയൻസ് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുരുങ്ങിയത് കൊമേഴ്സ് എങ്കിലും എടുത്തിട്ട് ഓൻ അങ്ങനെ ഡിഗ്രി ഒക്കെ ചെയ്ത് B.Ed ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡോക്ടറായി എഞ്ചിനീയറായി അങ്ങനെ പോട്ടെ, ഒക്കെ ആവശ്യമുള്ള തന്നെ. കഷ്ടിച്ച് ഇങ്ങനെ C+ഉം C ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ കഴിച്ചിലേക്കുകയാണെങ്കിൽ പിന്നെ അയിമ വല്ലാതെ മെനക്കെട്ടിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോൾ ബാപ്പിയും കൂടിയും ഉമ്മയും കൂടിയും കൂടി ആലോചിച്ചിട്ട് കുട്ടീനെ എന്ത് ചെയ്യണം, വല്ല സൂപ്പർ മാർക്കറ്റിലോ കോഴിപ്പീടിയിലോ സൈക്കിൾ ഷാപ്പിലോ എവിടെയും കൊണ്ടാക്കണം. ആദ്യം സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടാക്കുക. നേരെ ആകുകയാണെങ്കിൽ സംഗതി ഉഷാർ തന്നെയാണത്. കാരണം ഈ ജൂനിയേഴ്സിന് പ്രയാസമുള്ള ജോലിയാണ് കൊടുക്കുക എവിടെയാണെങ്കിലും. അതിനിപ്പോൾ അബ്ദുൽ ബാരി ഓൻ്റെ ഒപ്പം പിന്നെ വയറിങ്ങിന് കൊണ്ടുപോവുകയാണെങ്കിലും ശരി, ജൂനിയേഴ്സിന് എപ്പോഴും പ്രയാസമുള്ള ജോലികളാണ് കൊടുക്കുക. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും പ്രയാസമുള്ള ജോലിയാണ് ആദ്യം കിട്ടുക. പിടിച്ചു നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ മുതലാളി പറയും, ഞാൻ വരുന്നത് വരെ കൗണ്ടർ ഒന്ന് നോക്കിക്കൊണ്ടിട്ടോ എന്ന് പറയും. അതിൽ ഉഷാറായാൽ പിന്നെ പർച്ചേസിന് കൊണ്ടുപോകും. പർച്ചേസ് പഠിഞ്ഞാൽ കച്ചവടം പഠിഞ്ഞു. അങ്ങനെയാണ്. വിൽക്കലല്ല പ്രയാസമുള്ളത്, വാങ്ങലാ പ്രയാസം. വാങ്ങാൻ പഠിഞ്ഞാൽ വിൽക്കാൻ പഠിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി ആവാൻ പറ്റും. നല്ലതാണ്. അത് വിജയിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു 4 ദിവസം പോയി പഞ്ചാര ചാക്കൊക്കെ ഏറ്റാൻ വന്നപ്പോൾ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇന്നെ കൊണ്ട് നടക്കൂല, പെരടി വേദനയാണ്. എന്നാ പിന്നെ അടുത്തത് കോഴിപ്പിടിക്ക് വിടാൻ പറ്റും. അതും വിജയിച്ചില്ലെങ്കിൽ അടുത്തത് സൈക്കിൾ ഷാപ്പിക്ക് വിടാൻ വേണ്ടി പറ്റും. ഒന്നും വിജയിക്കാതെ വരുമ്പോൾ വാപ്പിയും ഉമ്മയും കൂടി ഇങ്ങനെ കൂടി ആലോചിച്ച് ഇനിയിപ്പോൾ നമ്മൾ ചെറുക്കൻ എന്താ കാട്ടുക. അതിൽ ഉമ്മ പറയും നമുക്ക് അവനെ ഓതാൻ കൊണ്ടാക്കാൻ. അതിൽ വാപ്പ പറയും ആയിക്കോട്ടെ, ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ. ആര്? ഈ ഏട്ടത്തല വെട്ടാൻ പറ്റാത്ത ഓനാള്ള ഞനക്ക് മയ്യത്ത് കരിച്ചേണ്ടത്. ആ തീരുമാനം ചെങ്ങായി ആദ്യം എടുത്തൂടെ? മൂത്തത് ആൺകുട്ടിയാണ്, അത് മയ്യത്ത് സ്കരിക്കാൻ കിടക്കട്ടെ, ഇനിയുള്ളത് ബാക്കി നമുക്ക് തീരുമാനം എടുക്കാം എന്നല്ലേ വേണ്ടത്. നമ്മൾ ആദ്യം എടുക്കേണ്ട പല തീരുമാനം അവസാനം എടുക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് എന്തപ്പോ ഇതൊക്കെ കൂടി ഇങ്ങനെ ആയി എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണം. ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ദർസുണ്ട്. ദർസ് നടന്നു പോകണമെങ്കിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും, ഉറപ്പാണ് ഉണ്ടാവും എന്നുള്ളത്. കുട്ടികളാണ്, സ്വാഭാവികമല്ല. ഞമ്മക്കൊക്കെ കുട്ടികളില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ കുട്ടികളുടെ സ്വഭാവം എന്താണ്. അതുകൊണ്ട് രേശം കുറഞ്ഞൊരു ക്ഷമയോടുകൂടെ ഒക്കെ കൈകാര്യം ചെയ്താൽ നാളെ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായി വരും. ഈ നാട് വലിയ വലിയ ആലിമീങ്ങൾ സൂഫിയാക്കന്മാരൊക്കെ സംഭാവന ചെയ്ത നാടാണ്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാല് ചില്ലറക്കാരനൊന്നല്ല. ദുആക്ക് ഇജാബത്തുള്ള രാത്രികൾ 5 എണ്ണാണ്. ദുആക്ക് ഇജാബത്തുള്ള രാത്രി 5 എണ്ണാണ്. ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, ഒന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാണ്, ഒന്ന് വെള്ളിയാഴ്ചയുടെ രാവാണ്, ഒന്ന് റജബ് 27 രാത്രിയാണ്, മറ്റൊന്ന് ശഅബാൻ 15 രാത്രിയാണ്. അങ്ങനെ 5 രാത്രികളാണ് പ്രധാനമായും ദുആക്ക് ഇജാബത്തുള്ളത്. 2 ദുആക്ക് ഇജാബത്തുള്ള ദിവസം ഒരുമിച്ച് കൂടിയ ദിവസത്തിലാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വലിയ പെരുന്നാളിന്റെ രാത്രി, ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രി, ഒന്ന് വെള്ളിയാഴ്ചയുടെ രാത്രി, ഒന്ന് ശഅബാൻ 1 രാത്രി, മറ്റൊന്ന് റജബ് 1 രാത്രി, ശഅബാൻ 15 രാത്രി. അതിൽ റജബ് 1 രാത്രിയും വെള്ളിയാഴ്ചയുടെ രാവും ഒരുമിച്ച് കൂടിയ ദിവസത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. വഫാത്താകുക എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. പെരന്റെ ഉള്ളിൽ നിന്ന് സലാം പറഞ്ഞുകാണ്ട് ഇറങ്ങി വന്നിട്ട് പൂമുഖത്തിരുന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ദ്വാരന്നിട്ട്
KPM ഹോസ്പിറ്റലിൽ പോയിട്ട് മരിച്ചങ്ങാണ്ട് ഇങ്ങനെ പെരേക്കിന് പോകുന്ന ആളാണ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ആള്. ഞാൻ മരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമത്തുകളാണ്. ഒന്ന്, മരിക്കണതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെന്ന് മനസ്സിലാകുക. രണ്ട്, മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക എന്നത്. അത് രണ്ടും അനുഭവിച്ച ആളാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് വലിയ വലിയ മഹാന്മാർക്കൊക്കെ ജന്മം നൽകാൻ, വിദ്യാഭ്യാസം നൽകാൻ ഭാഗ്യമുണ്ടായ ഒരു നാടാണിത്. നിലനിർത്താൻ നമുക്ക് കഴിയണം. പഴയ കാലം പോലെയല്ല, പുതിയ കാലത്ത് നിലനിർത്തണമെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികളെ നമ്മൾ ഉൾക്കൊള്ളണം, എന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ഞാൻ പറഞ്ഞ പുരോഗതിയിൽ രണ്ടാമത്തെ ഒരു പുരോഗതി സൗകര്യപൂർവ്വം മാറ്റിവെച്ചതായിരുന്നു, അത് തഖ്വയാണ്. 7 പ്രധാനപ്പെട്ട പുരോഗതിയാണ് ഒരു മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞു. അതിൽ അവസാനം പറയാൻ വേണ്ടി മാറ്റിവെച്ച ഒന്നാണ് രണ്ടാമത്തെ പുരോഗതി. 1 ഈമാൻ, 2 തഖ്വ. എന്താ തഖ്വ എന്ന് പറഞ്ഞാല്, എല്ലാ വെള്ളിയാഴ്ച പള്ളിക്ക് ജുമഅക്ക് എന്നാലും ഖതീബ് ഓതുന്ന ഖുത്ബയിലെ വിഷയം ഊസികും ഇബാദല്ലാഹി വ ഇയ്യായ ബിതഖ്വല്ലാഹ്, നിങ്ങൾ പടച്ചോനെ പേടിക്കണം ട്ടോ എന്നാണ്. മുടങ്ങാതെ 4 മനുഷ്യന്മാരെ പേര് ഖതീബ് പറയും. എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ 4 മനുഷ്യന്മാരെ പേര് പറഞ്ഞുതരും. 1 സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 മുത്തഖീങ്ങളാണത്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി വഫാത്താകുന്ന സമയത്ത് പറയാണ്, ഫാത്തിമ ദോരക്കണട്ടോ, നാളെ മഹ്ശറിൽ കോടാനക്കോടി മനുഷ്യന്മാരെ മുമ്പിൽ വെച്ച് സബാനിയാക്കൾ എന്ന അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകള് സാധുവായ അലിയുടെ കൈകാലുകൾ കെട്ടിബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ഫാത്തിമ നീ കണ്ടാൽ എന്റെ ഹബീബും നിന്റെ പിതാവുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ ഫാത്തിമ എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിക്കുക, അള്ളാഹു വിരോധിച്ചതിനെ ഉപേക്ഷിക്കുക എന്നാണ്. ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള, പ്രദേശത്തുള്ള, മഹല്ലത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റായിട്ട് കാണുമ്പോഴേ മുത്തഖിങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾക്ക് മനസ്സിലായാൽ വലിയ കാര്യമാണ്. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായിട്ട് കാണാം. റബീഉൽ അവ്വൽ 12 കുട്ടികളൊക്കെ സജീവാണ്. അപ്പൊ ചില ആൾക്കാർ പറയും, എന്താ ഇപ്പൊ റബീഉൽ അവ്വൽ 12 മാത്രം സജീവായിട്ട് കാര്യമെന്ന്? കാര്യണ്ട്. കാരണം റബീഉൽ അവ്വൽ 12 മുത്തുനബിയുടെ ജന്മദിനത്തിന് സജീവമാവുക എന്ന് പറയുന്നത് ഇഷ്കാണ്, അത് മഹബത്താണ്, അത് ഈമാനാണ്. ഈമാനില്ലാത്ത അമല് കൊണ്ട് പ്രയോജനമില്ല. അതേ സമയത്ത് അമലില്ലാത്ത ഈമാൻ കൊണ്ട് പ്രയോജനമുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, ഫാസിഖയാവുള്ളൂ. നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാകും. നിസ്കാരം വിശ്വസിച്ചാൽ ആള് മുസ്ലിമാണ്. നിസ്കരിച്ചില്ലെങ്കിൽ ഈ ഇസ്ലാം എന്ന് പുറത്തു പോവില്ല. തെമ്മാടിത്തരമാണ് ചെയ്തത്, ഹറാമാകുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 താല്പര്യം എന്ന് പറയുന്നത് ഈമാനാണ്. ഈമാൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ. ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായിട്ട് ഉൾക്കൊള്ളുക. ചെറിയ ചെറിയ മാറ്റം. എന്താ മാറ്റം? ട്രൗസർ ഇട്ടുകാണ്ട് നടക്കുന്ന ആളാ, വിരുന്നേരം വന്നപ്പോ അതിന്റെ മേലെ ഒരു തുണിയും കൂടി എടുത്തു, അൽഹംദുലില്ലാ മാറ്റം തന്നെയാണ് കേട്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് ചെറിയ മാറ്റം എന്ന് പറയുന്നത്. പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേക്കോട്ടെ വിഗുള്ളൂ. 22 വെള്ളിയാഴ്ച വന്നപ്പോ രാവിലെ തന്നെ വന്നു അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഖൽബ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉമ്മത്തിന്റെ തഖ്വക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ചെറിയ മാറ്റങ്ങളെ വലിയ വലിയ മാറ്റങ്ങളായിട്ട് കാണാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാ ഇത്രയും മനോഹരമായ ഒരു മഹല്ല് സംഗമം നടന്നില്ലേ, അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ പറയണം. ഒരു മാറ്റം തന്നെയല്ല അത്. ചെറിയ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി ഉൾക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നിന്ന് അങ്ങനെ വലുതാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാലേ വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. പണ്ടൊന്നും ഇങ്ങനെ ഇരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഗതി. അതുകൊണ്ട് അവർക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ടർഫിക്ക് കളിക്കാൻ പോകും, ടർഫിക്ക് കളിക്കാനൊക്കെ പോകും. മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ പോന്നു, അൽഹംദുലില്ലാ മാറ്റം തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുക. അതാണ് സംഗതി. അപ്പൊ അതുകൊണ്ട്
ചെറുപ്പക്കാരിൽ അല്ലെങ്കിലും ചെറുപ്പക്കാരല്ല കേടുന്നിട്ടുള്ളത്, വയസ്സന്മാരാ കേടുന്നിക്കണേ. ചെറുപ്പക്കാർക്ക് ഒരു കുഴപ്പമില്ലാന്ന്. റമദാൻ മാസമായാലും അങ്ങാടിത്തെ പള്ളിയിൽ ഹൗലക്ക് വെള്ളം അടിച്ചാലും തികയാത്തത് വയസ്സന്മാർ കാര്യം നിൽക്കരിച്ചിട്ടല്ല, ചെറുപ്പക്കാർ കാര്യം നിൽക്കരിച്ചിട്ട് തന്നെയാണ്. ചെറുക്കന്മാരൊക്കെ വളരെ ഉഷാറാണ്. നമ്മൾ ഇനി ഓരോന്ന് സപ്പോർട്ട് ചെയ്ത് ഓലെ കൂടെ നിന്ന് ഒന്നുള്ളതിന് അംഗീകാരം കൊടുത്തിട്ട് നല്ലൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, ഏറ്റവും പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് മഹലിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് പള്ളിയെ ആശ്രയിച്ചാണ് നിലനിന്നിട്ടുള്ളത്. ഒരു കാലത്ത് അങ്ങനെയാണ്, എക്കാലത്തും അങ്ങനെയാണ്. ആളുകൾക്ക് എന്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെടാതെ നിലകൊള്ളുന്നത് മഹല്ല് സംവിധാനത്തിലാണ്. അതുകൊണ്ട് മഹല്ല് സംവിധാനത്തിൽ എല്ലാവരും അടിയുറച്ചുകൊണ്ട് നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇസ്ലാം ദീനിന്റെ വിശ്വാസങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ അത് കൈമോശം വന്നു പോകാതെ അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധ്യമാവണം. അതിനൊക്കെ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം വരികയാണ്. പ്രചരണത്തിൽ എല്ലാവരും ഉണ്ടാവണം. അത് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ആശയ പ്രചരണങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ഉപയോഗപ്പെടുത്തണം. അങ്ങനെയൊക്കെ സുന്നി ആശയം, ഇസ്ലാമിന്റെ മഹത്തായ ആശയം, സന്ദേശം, അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണം. ഭൗതിക തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഒഴിവ് സമയങ്ങൾ നോക്കി പ്രത്യേകമായ ക്യാമ്പുകളൊക്കെ നടത്തിയിട്ട് ഈമാനും തഖ്വയും ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം.